എന്നോട് ആദ്യം ചോദിച്ചത് പിന്നെ സജയ് തന്നെയാണോ എന്നാണ് ചോദിച്ചത്. കാരണം ഇതിന് മുമ്പ് ഒരു പടം ഇറങ്ങി മറ്റേ തുടരും. അപ്പോൾ അതിലെ ജോർജ് സാറിന് എൻ്റെ ചെറിയ ചെറിയ മനസ്സുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേരുടെ വിളിച്ചത്. ഇല്ലടാ ഹലോ എന്നും കൂടി ഒന്ന് പറഞ്ഞേ. ഹലോ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിൽ സുരാജ് ചേട്ടൻ ആദ്യമായിട്ട് നായക സ്ഥാനം കൊടുത്ത ഒരാളാണ് ഈ എൻ്റെ മുമ്പിലിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പലരും സുരാജേട്ടൻ്റെ ഒപ്പമുണ്ട്. അന്ന് സുരാജ് എൻ്റെ അടുത്ത് പറഞ്ഞതെന്നറിയോ, ഇപ്പോൾ വേണമെങ്കിൽ ഓടി രക്ഷപ്പെടാം, പിന്നെ തുടങ്ങി കഴിഞ്ഞാൽ പറ്റില്ല. അത് ഞങ്ങളുടെ പൂജയുടെ അന്ന് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു, ഞാനിത് ഓടാൻ വേണ്ടി വന്നതല്ല, ഇത് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ഒന്നിച്ച് ചെയ്യും, നമ്മൾ ഒന്നിച്ച് വിജയിക്കും. സെവൻസ് ആണെങ്കിൽ പോലും ഇന്നും ഭയങ്കരമായിട്ട് റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു സിനിമയാണ്. പിന്നെ തീർച്ചയായും അത് ശരിക്കും കാലത്തിന് മുമ്പേ ഇറങ്ങിയൊരു സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. രഞ്ജിയേട്ടനാണ് മമ്മൂക്കയുടെ അടുത്ത് ഇതിൻ്റെ ഒരു വൺ ലൈൻ പറയുന്നത്. ജോയിയുടെ അടുത്ത് ഇങ്ങനെ ഒരു സിനിമയുണ്ട് എന്ന് പറയുമ്പോൾ മമ്മൂക്ക ജോയിച്ചേട്ടനെ വിളിക്കുന്നു, പിന്നെ നിങ്ങളുടെ സിനിമയുണ്ടല്ലോ, നിങ്ങൾ എൻ്റെ അടുത്ത് പറയുന്നത്. പുള്ളി ചോദിക്കുന്നു, നിങ്ങൾ നമ്മുടെ സിനിമയൊക്കെ ചെയ്യുമോ? അത് നീ വന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ. ജോയിച്ചേട്ടൻ ചെയ്ത ക്യാരക്ടറാണ് മമ്മൂക്കായ്ക്ക് വേണ്ടി ജോയിച്ചേട്ടൻ സംസാരിക്കുന്നത്. സംസാരിച്ച് കഴിയുമ്പോൾ മമ്മൂക്ക പറയുന്നുണ്ട്, ഞാൻ മറ്റേ ക്യാരക്ടർ ചെയ്യുന്നുള്ളൂ, അതായത് ആ വില്ലൻ ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. മമ്മൂക്കയുടെ ഫുഡിനെ കുറിച്ച് എങ്ങനെയാണ്? ഞാൻ കണ്ടേക്കുന്ന എല്ലാ ഫുഡും കഴിക്കുന്നുണ്ട്, എല്ലാ ഫുഡും കഴിക്കുന്നുണ്ട്. എല്ലാവരും പറയുന്നത് അങ്ങനെ ഭയങ്കര ലിമിറ്റ് ആയിട്ടാണ് പുള്ളി ചെയ്യുന്നുണ്ടാകും. പക്ഷേ ഞാനൊന്നും അങ്ങനെ ഡയറ്റ് കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ സെറ്റിൽ പുള്ളി ബിരിയാണി കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അറിവതാണ്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. അതിഥിയെക്കുറിച്ച് വിശേഷിപ്പിക്കണേ കുറേ വിശേഷിപ്പിക്കാനുണ്ട്. ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ്, ബിസിനസ് മാനാണ്, ഇപ്പോഴേ ആക്ടറും ആണ്. നമ്മുടെ മലയാളത്തിൽ ഇപ്പോൾ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന റോന്തിലെ ഒരു ഉഗ്രൻ ക്യാരക്ടർ ചെയ്ത നമ്മുടെ സ്വന്തം സജയ് സെബാസ്റ്റ്യൻ സാർ, നമസ്കാരം. നമസ്കാരം. ഫസ്റ്റത്തെ ഇൻ്റർവ്യൂ ആണല്ലേ? അതെ അതെ, ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ്. നമുക്ക് തകർക്കാം. എന്തായിരുന്നു ജോലി സിനിമയിലൊക്കെ പണ്ട് കുറേ മുമ്പ്? ആദ്യമായിട്ട് ചെയ്ത ജോലി എന്താ? കട്ടപ്പണി. അതൊക്കെ ഷൈക്കേൻ്റെ എന്താ എനിക്ക് മനസ്സിലായി. നാടപ്പ എവിടെയായിരുന്നു ശരിക്കും? കണ്ണൂർ, വള്ളത്തോട് എന്ന് പറയും. കണ്ണൂരായിരുന്നു. കട്ടപ്പണിയിൽ നിന്നും ആരംഭിച്ചിട്ട് ഇപ്പൊ കഷ്ടപ്പെട്ട് ജനങ്ങളെ തിയേറ്ററിലേക്ക് എത്തിച്ചോണ്ടിരിക്കുകയാണ്. അടിപൊളി. അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റ് എന്ന റോന്തിലെ ക്യാരക്ടറിലേക്ക് തന്നെ വരാം. ഇത്രയും വലിയൊരു പോലീസ് ഓഫീസറുടെ ഈ ശരീരത്തിൽ ഒരു പോലീസ് ഓഫീസർ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത് ആരാണ്? ഷാഹിഖ് പറഞ്ഞു പറ്റിയൊരു ക്യാരക്ടറാണ്. അങ്ങോട്ട് ചോദിച്ചു മേടിച്ചാണോ ഇങ്ങോട്ട് തന്നതാണോ? ഇല്ല, പുള്ളി അങ്ങനെ ചെയ്യില്ല ഒരിക്കലും. നമ്മളങ്ങോട്ട് ചോദിച്ചാലൊന്നും അത് കിട്ടത്തില്ല. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. അപ്പം എന്നോട് പറഞ്ഞു, ബന്ധത്തിൻ്റെ പുറത്തല്ല, നിങ്ങൾക്കിത് സൂട്ടാന്ന് എനിക്ക് തോന്നി, ഒരിക്കലും ചിന്തിക്കരുത് ഞാൻ ബന്ധത്തിന് പുറത്ത് തരുന്നതാണ് അവസരം തരുന്നതാണ് വിചാരിക്കുന്നത്. അങ്ങനെ പറഞ്ഞു തന്നാണ്. നിങ്ങളത് ചെയ്ത് നന്നായെന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ ശരിക്കും ഒരു ആർട്ടിസ്റ്റ് ചെയ്യേണ്ട ക്യാരക്ടറാണത്. അല്ല, പിന്നെ പുള്ളി ഇത്രയും റിസ്ക് എടുത്ത് നമ്മൾ അഭിനയിച്ചു. ഓക്കെ, ഇതിനു മുമ്പ് അഭിനയവുമായി ബന്ധപ്പെട്ടിട്ട് എന്താ ചെയ്തേക്കുന്നത്? ഇതിനു മുമ്പ് ഞാൻ എൻ്റെ എല്ലാ സിനിമകളിലും ചെറിയ ക്യാമിയോ ക്യാരക്ടേഴ്സ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അച്ഛനൊരു വാഴ വെച്ചു എന്ന സിനിമയിൽ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തു. ഇതാണ് ശ്രദ്ധിക്കപ്പെട്ടത്, ഭയങ്കരമായിട്ട് ആൾക്കാർ സംസാരിക്കുന്നത്. ഇത് ഒത്തിരി പേരോട് പറഞ്ഞായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു മൂവിയിൽ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്? ഇല്ല, ആരോട് പറഞ്ഞു? സസ്പെൻസ് ആയിട്ട് ഇത് കണ്ട് വിളിച്ച ആൾക്കാരുണ്ടോ? പിന്നെ ഒരുപാട് പേര് വിളിച്ചത്. എന്താ പറഞ്ഞു വിളിച്ചത്? അവർ പറഞ്ഞു, ഇത് നിങ്ങൾ തന്നെയാണ്. എന്നോട് ആദ്യം ചോദിച്ചത് പിന്നെ സജയ് തന്നെയാണോ എന്നാണ് ചോദിച്ചത്. കാരണം ഇതിന് മുമ്പ് ഒരു പടം ഇറങ്ങി മറ്റേ തുടരും. അപ്പോൾ അതിലെ ജോർജ് സാറിന് എൻ്റെ ചെറിയ ചെറിയ മനസ്സുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേരുടെ വിളിച്ചത്. ഇല്ലടാ ശരിയാണല്ലേ? ഹലോ എന്നും കൂടി ഒന്ന് പറഞ്ഞേ. ഹലോ അതാണ് എപ്പോഴത്തെയോ ഒരു ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു ചർച്ച വന്നു. അപ്പം എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കാര്യം ആരോടും പറഞ്ഞില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ആൾക്കാർ കണ്ടത് അതൊരു രസമാണല്ലേ? ആൾക്കാർ സസ്പെൻസ് കണ്ടിട്ട് പെട്ടെന്ന് കണ്ടിട്ട് സർപ്രൈസ് രസമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ സിനിമ ചെയ്ത് ഇപ്പോൾ അത്യാവശ്യം ആൾക്കാരിലേക്ക് ഇപ്പോൾ നല്ല രീതിയിൽ ആളുകളൊക്കെ ചർച്ചകൾ സംസാരിക്കുന്നുണ്ട്, അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. തുടർന്ന് ബിസിനസ്സൊക്കെ മാറ്റി സിനിമയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയാലോ എന്നൊരു തോന്നലുണ്ടോ? കഞ്ഞി കിട്ടുമോ? കിട്ടും. പ്രൊഡക്ഷനിൽ എന്തായാലും ഫുഡുണ്ടാവും. അങ്ങനെയൊന്നുമില്ല. നമുക്ക് നല്ല സംഭവങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യണമെന്നുണ്ട്. അനിൽ എന്നല്ല ആ ഉദ്യോഗസ്ഥൻ്റെ പേര്, അതിൽ ചെയ്ത ക്യാരക്ടർ. പക്ഷെ ചെയ്തേക്കുന്നത് രസമായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഞാനും കണ്ടുകൊണ്ട് പറയണം, മുമ്പിലെടുത്ത് ഒരിക്കലും പൊക്കി പറയുന്നതല്ല, നന്നായിട്ടുണ്ട്. അത് ശരിക്കും അതിൻ്റെ ക്രെഡിറ്റ് ഗോസ് ടു ഷാഹിഖ് കബീർ. പിന്നെ ഇപ്പം പൊത്തേട്ടനായാലും പിന്നെ റോഷനായാലും ഒത്തിരി സപ്പോർട്ട് ചെയ്തു. പൊത്തേട്ടൻ കാരണം അവരോട്ടുള്ള കോമ്പിനേഷൻ ആയിരുന്നല്ലോ കൂടുതലും വന്നത്. ശരിക്കും അവർ സപ്പോർട്ട് ചെയ്തു. നമ്മൾ ചെയ്യുന്ന ഒരു പടം, അഭിനയിച്ചൊരു പടം തിയേറ്ററിൽ നിറസദസ്സിൽ ഓടുന്നു. ഫസ്റ്റ് ഷോ എവിടെയാണ്ടേ?
കൊച്ചിയിൽ ഇവരെ ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടിയിട്ടാണ് കണ്ടത്. ആൾക്കാരുടെ റെസ്പോൺസ് ഒക്കെ കണ്ടപ്പോൾ എന്തായിരുന്നു? ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മൾ ഇതുവരെ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്ത സിനിമകളാണ് നമ്മൾ തിയേറ്ററിൽ കണ്ടേക്കുന്നത്. അത് നമ്മൾ പ്രൊഡക്ഷൻ അല്ലാതെ ഒരു സിനിമയിൽ അഭിനയിച്ച് അത് തിയേറ്ററിൽ നിന്ന് കാണുന്ന ആദ്യത്തെ അതൊരു നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീൽ. ഞാൻ സിനിമ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് തിയേറ്ററിലാണ് കാണുന്നത്. അത് ഒരു നല്ലൊരു ഫീൽ. ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് അഭിനയിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയില്ല നെക്സ്റ്റ് എന്താന്ന്, സിനിമ കാണുമ്പോഴാണ് ഇത് ഇത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള സീനുകളായിരുന്നു എന്ന് പലർക്കും മനസ്സിലാവണമെന്ന് പറഞ്ഞു. എനിക്കറിയാമായിരുന്നു. ഞാനത് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചായിരുന്നു. ആക്ച്വലി ഞാൻ പ്രൊഡക്ഷൻ ചെയ്യാതിരുന്ന സിനിമയായിരുന്നത്. പക്ഷേ അത് പിന്നെ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അന്നേരം നമ്മുടെ വേറെ ടീം ഏറ്റെടുക്കുക. വളരെ ഭംഗിയായിട്ട് നടന്നു. അപ്പോൾ നമുക്ക് ടെൻഷൻ അല്ലെങ്കിൽ ചിലപ്പോൾ ക്യാരക്ടറിലേക്ക് അധികം ശ്രദ്ധ കൊടുക്കാൻ പറ്റില്ല. കാരണം ഭയങ്കര കണ്ടിന്യൂറ്റി പ്രശ്നങ്ങളും മഴ ഇതൊക്കെ ഒരുപാട് ഫുൾ നൈറ്റ് ഷൂട്ടായിരുന്നു. ഒരുപാട് അവർ ഭയങ്കര കഷ്ടപ്പെട്ടാണ് അവരെ സിനിമ ചെയ്തത്. എത്ര ദിവസം ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ? എത്ര ദിവസം? ഞാനൊരു 13 ദിവസം ഉണ്ടായിരുന്നു. 13 ദിവസം ഉണ്ടായിരുന്നു. ഈ ലൊക്കേഷനിൽ കൂടെ വർക്ക് ചെയ്തവർക്ക് ഇതിപ്പോൾ അഭിനയിക്കാൻ വന്നേക്കുന്ന ഒരു വ്യക്തിയാണെന്നതിൻ്റെ അപ്പുറം ഒരു പ്രൊഡ്യൂസർ ആണെന്നോ ബിസിനസ് മാൻ ആണോ ഇതൊക്കെ അറിയാത്ത ആളുകൾ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും എനിക്ക് അവിടെ കാരണം എനിക്കവിടെ കിട്ടിയൊരു ഭയങ്കര ഒരു സ്വീകരണമാണ് എനിക്ക് കിട്ടിയത്. കാരണം നമുക്ക് എല്ലാവരും അറിയാമായിരുന്നു. രഞ്ജിത്ത് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നതാണെങ്കിലും പക്ഷേ പെട്ടെന്ന് ഞങ്ങൾ കമ്പനിയായി. പിന്നെ ഷായി അതുപോലത്തെ നല്ലൊരു ഇൻട്രഡക്ഷനാണ് അവർക്ക് കൊടുത്തത്. എനിക്ക് റിലാക്സ് ആയിരുന്നു. ബേസ് സപ്പോർട്ട് അവിടെ നല്ല സപ്പോർട്ട്. പിന്നെ അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ഷെല്ലി ആയാലും എൻ്റെ ക്രിസ്റ്റയിൽ വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ എനിക്ക് എല്ലാം കൊണ്ടും എനിക്കൊരു കംഫർട്ടബിൾ സോൺ ആയിരുന്നു. എല്ലാം കൊണ്ടും നമുക്ക് നല്ല രീതിയിൽ തരുന്ന ജോലി വൃത്തിക്ക് ചെയ്യാൻ പറ്റി. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ പോത്തേട്ടനെ പോലെ ലെജൻസ് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര ഒരു ആദ്യമായിരുന്നു മനസ്സിൽ ഇത് ശരിയാവുക. പക്ഷേ സോഫാർ ഇസ് ഓക്കെ എന്ന് അവർ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമുക്കത് പിന്നെ അടിപൊളി. എന്തായാലും ആ ഒരു പാർട്ട് ഇപ്പോൾ നമ്മൾ റോന്തിനെ കുറിച്ചാണ് പറയുന്നത്. അതിലെ ക്യാരക്ടർ അനിൽ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരെ കുറിച്ചാണ് പറഞ്ഞത്. ആ ഒരു ഏരിയ സിനിമ പെർഫെക്റ്റ് ആണ്, ആ ക്യാരക്ടറും പെർഫെക്റ്റ് ആണ്. ഇത്രയും വലിയ സിനിമയുടെ ഭാഗമാകാൻ പറ്റില്ല. അതാണ് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. ഇതിൽ അഭിനയിച്ച ഓരോരുത്തരും ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമാണ്. കാരണം നമ്മളിപ്പോൾ വേറെ സിനിമ അഭിനയിച്ചാലും ചിലപ്പോൾ നമുക്ക് ഇത്രയും ഐഡന്റിറ്റി ഉണ്ടായില്ല. അതെ ഇതിപ്പോൾ രജിസ്റ്റർ ആയി. നമ്മൾ ധൈര്യമായിട്ട് പറയാം. നമുക്ക് പറയാനൊരു സാധനമായി. അതെ. ഇനി നമ്മൾ കുറച്ച് ബാക്കോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ ചെയ്ത സിനിമകൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിക്കോട്ടെ, നമ്മുടെ സെവൻസ് ആയിക്കോട്ടെ, എല്ലാത്തിനും ആ സിനിമയുടെ ആയിട്ടുള്ളൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിൽ സുരാജേട്ടൻ ആദ്യമായിട്ട് നായക സ്ഥാനം കൊടുത്ത ഒരാളാണ് ഈ എൻ്റെ മുമ്പിലിരിക്കുന്നത്. അതിനാദ്യമായിട്ട് നന്ദി പറയുന്നു. അത്രയും വലിയൊരു കലാകാരനെ ആ ടൈമിൽ സപ്പോർട്ട് ചെയ്തേനെ. ഇപ്പൊ ഇന്ന് പലരും സുരാജേട്ടൻ്റെ ഒപ്പമുണ്ട്. അന്ന് സുരാജേട്ടൻ അടുത്ത് പറഞ്ഞതെന്നറിയാമോ, ഇപ്പൊ വേണമെങ്കിൽ ഓടി രക്ഷപ്പെടാം, പിന്നെ തുടങ്ങി കഴിഞ്ഞാൽ പറ്റില്ല. അത് ഞങ്ങളുടെ പൂജയുടെ അന്ന് പറഞ്ഞാണ്. ഞാൻ പറഞ്ഞു ഞാനിത് ഓടാൻ വേണ്ടി വന്നതല്ല, അത് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ഒന്നിച്ച് ചെയ്യും, നമ്മൾ ഒന്നിച്ച് ജയിപ്പിക്കും. അടിപൊളി. ഈ സുരാജേട്ടനാണ് നായകൻ എന്ന് പറഞ്ഞപ്പോൾ ആസ് എ പ്രൊഡ്യൂസർ എന്ന നിലയിൽ മനസ്സിൽ എന്താണ് തോന്നിയത്? ഇല്ല, ഞാനാണ് ശരിക്കും സുരാജിനെ സജസ്റ്റ് ചെയ്തത്. അന്ന് സുരാജ് ഈ ചെറിയ റോളുകൾ, കോമഡി സാധനങ്ങളൊക്കെ ചെയ്ത് നടക്കുന്ന സമയമാണ്. ഞങ്ങളൊരു വർഷം ഞാൻ സുരാജിന്റെ പുറകെ നടന്നിട്ടാണ് സുരാജ് ചെയ്യാമെന്ന് തന്നെ സംഭവിച്ചത്. പുള്ളിക്ക് ഞാനിത് ചെയ്താൽ ശരിയാവുമോ, ഞാൻ നായകൻ വേഷം കിട്ടിയാൽ ശരിയാവുമോ എന്നൊക്കെ പുള്ളിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളിങ്ങനെ കൺവിൻസ് ചെയ്താണ് പുള്ളിനെ അതിലേക്ക് കൊണ്ടുവന്നത്. ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് സുരാജൻ എന്താ പറഞ്ഞത്? പുള്ളി എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയോട് ചെയ്തത്. പുള്ളിക്ക് ഒരുപാട് ആൾക്കാർ, ഒരുപാട് പേര് സുരാജേട്ടൻ ഭയങ്കരമായിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞൊരു സിനിമ കൂടെ. ആദ്യമായിട്ട് നായകനാക്കണം, എല്ലാവരും ഡബിൾ റോൾ ചെയ്തേക്കുന്നത്. എല്ലാവരുടെയും ശ്രദ്ധയും അത്യാവശ്യം ഇതിലേക്കുണ്ട്. ഒരു കോമഡി ക്യാരക്ടർ. എനിക്ക് ഈ സെവൻസിലേക്ക് എത്തിയത് പോലും ഈ ഡ്യൂപ്ലിക്കേറ്റ് സിനിമയാണ്. ജോയ് സാറിൻ്റെ ഓപ്പോസിറ്റ് വന്നത് ജോയ് സാറിൻ്റെ റോബിൻഹുഡാണ്. അപ്പോൾ ഈ സിനിമ ആരാ ചെയ്തതെന്ന് ചോദിച്ചാൽ അന്വേഷിച്ചിട്ടാണ്, അങ്ങനെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് അങ്ങനെ ശരിക്കും സെവൻസ് ഉണ്ടാകുന്നത്. ഓക്കെ അങ്ങനെ അവിടെ നിന്നുള്ള കണക്ഷനാണ് സെവൻസിലേക്ക്. സെവൻസ് ആണെങ്കിൽ പോലും ഇന്നും ഭയങ്കരമായിട്ട് റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു സിനിമയാണ്. പിന്നെ തീർച്ചയായും ശരിക്കും കാലത്തിന് മുമ്പേ ഇറങ്ങിയൊരു സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. കാരണം ഇപ്പോഴാണെങ്കിലും നമ്മൾ ടി വിയിൽ വന്നു കഴിഞ്ഞാൽ മാറ്റാതെ നമുക്കറിയാം നെക്സ്റ്റ് സീൻ എന്താണെന്ന് കണ്ടവർക്ക് അറിയെങ്കിലും എന്നാൽ ആ മേക്കിങ്ങിന് ഒരു സ്റ്റൈലുണ്ട്, നല്ല രസമായിട്ടുണ്ട്. ആ സെവൻസിൽ അഭിനയിച്ച ഓരോരുത്തർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. സെവൻസിലുള്ള എല്ലാവരുമായിട്ട് കോൺടാക്ട് ഉണ്ട്. ഇപ്പോൾ കോൺടാക്ട്സ് അങ്ങനെ കീപ്പ് ഓൺ കോൺടാക്ട്സ് ഒന്നും ഇല്ല, പക്ഷേ എല്ലാവർക്കും അറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. കുഴപ്പമില്ല, ബന്ധങ്ങളെല്ലാം ഓക്കെയാണ്. ഓക്കെ നമുക്ക് സെവൻസിൽ അഭിനയിച്ച ഒരാളൊന്ന് ലൈവായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താലോ? ആരെയാണ്? അദ്ദേഹം അത് കഴിഞ്ഞിട്ട് കുറേ സിനിമകളിൽ അഭിനയിച്ചെങ്കിലും ഇപ്പോഴും അദ്ദേഹം പറയുന്നത് സെവൻസിലെ ആ ഒരു ക്യാരക്ടർ തന്ന ആ ഒരു ചവിട്ടുണ്ട് അദ്ദേഹത്തിന്റെ. അമീർ. അത് തന്നെ അമീറിനെ നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ഡെഫിനറ്റ്ലി.
ഇപ്പൊ രണ്ടുണ്ട്, അന്ന് പ്രൊഡ്യൂസർ മാത്രം, ഇന്ന് ആക്ടറും കൂടിയാണ്, ആക്ടറാണ്. അമീർ ബ്രോ ഒരു ലൈവ് ഇന്റർവ്യൂവിലാണ്, എൻ്റെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട്. ഒരു കുഴപ്പമില്ല. ഇദ്ദേഹത്തിന് അറിയാമോ? ഒരാഴ്ചയായി, 1 വീക്കായി. എന്തൊക്കെയുണ്ട്? എന്താ വിശേഷം? അടിപൊളി അടിപൊളി. ഏതാ പടം റിലീസ് ആവുന്നുണ്ട്? ഏത് പടം? ഏതാ? തേറ്റ. തേറ്റ. ഓ ഓക്കെ, നൈസ്. ഓക്കെ. എൻ്റെ ഒരു പടം റിലീസായിട്ടുണ്ട്. റോന്ത്. അമീർ ബ്രോ ഒറ്റ കാര്യം, ഇപ്പൊ അന്ന് പ്രൊഡ്യൂസർ ആയിരുന്നു, ഇന്ന് ആക്ടറും കൂടി ആക്കണേണ്. റോന്തിൽ ഉഗ്രൻ ക്യാരക്ടർ ചെയ്തേക്കണേ. ഇത് ഓക്കെ. എന്തായാലും ഇദ്ദേഹത്തിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? പറയൂ, തുറന്നു പറയൂ. നമുക്ക് ഭയങ്കര കൂട്ടായിരുന്നു ഞങ്ങള്. ഓക്കെ, അപ്പോ സന്തോഷം, കാണാം. ഓക്കെ. ഞാൻ വിളിക്കാം. താങ്ക് യു. അപ്പൊ അമീർ എപ്പോഴും പറയുന്നൊരു കാര്യം, സെവൻസ് അമീറിന് കൊടുത്തേക്കുന്ന ഒരു ലൈഫ് വേറെയാണ്. വേറെ എത്രയും പടങ്ങൾ ചെയ്താലും അവൻ പറയും, ഞാനൊരു ചവിട്ടി ഓട്ടുന്ന സീനുണ്ടടാ. ഞാൻ ഇപ്പോഴും അതാണ് പലരോടും പറയുന്നത്. അപ്പോൾ ഇതേപോലെ ഒരുപാട് പേരുടെ, ഇപ്പൊ സെവൻസിലാണെങ്കിലും അന്ന് പലരും തുടക്കക്കാരാണ്, അന്ന് എല്ലാവരും തുടക്കക്കാരാണ്. എല്ലാവർക്കും നല്ലൊരു ലൈഫ് കൊടുത്തേക്കുന്ന ഒരാളാണ്. ഭയങ്കര എൻട്രി ആണ് എല്ലാവർക്കും. ജോസാറായതുകൊണ്ട് എല്ലാവർക്കും വീതം വെച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതെ, എല്ലാവർക്കും ഒരാളെയും അതിനകത്ത് ഒരു എല്ലാവർക്കും കറക്റ്റായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടാണ് ആ സിനിമ ചെയ്തത്. ലൈഫിൽ ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ടല്ലേ? റിസ്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ഈ സിനിമ സെലക്ഷൻ അടക്കം റിസ്ക് തന്നെയാണ്. എല്ലാവർക്കും തുടക്കക്കാർ. പിന്നെ നമ്മൾ ചെയ്തേക്കുന്ന ഇപ്പൊ അങ്കിളാണെങ്കിൽ വൻ വിവാദം ഉണ്ടായ ഒരു സിനിമ. അതിലെ ആ ഒരു പേരിനെ സംബന്ധിച്ചിടത്തോളം വൻ ചർച്ചകൾ നടന്നു. ക്രിസ്റ്റി ആയിക്കോട്ടെ, ക്രിസ്റ്റിയിലും കുറെ സംസാരവും അതിൽ അങ്ങനെ. അപ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ സാധാരണ ഞാൻ കേട്ടിട്ടുണ്ട്, പലരും സംസാരിച്ചപ്പോൾ ഒരു വിഭാഗം പേര് പറയും, എടാ അത്ര റിസ്ക് എടുക്കണോ, വേണോ, നമ്മൾ അതൊരു പ്രശ്നത്തിലേക്ക് പോകണോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നങ്ങളാണ് ഒരു സൈഡിലൊക്കെ. റിസ്ക് എടുക്കാൻ അങ്ങ് തയ്യാറായിട്ട് തന്നെ നിൽക്കുകയാണ്. അങ്ങനെയല്ല, ഞാൻ ചെയ്ത സിനിമകൾ നമ്മൾ ചൂസ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ കുറച്ചുകൂടെ പബ്ലിക്കിന് കുറച്ചുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സബ്ജക്റ്റുകളാണ് നമ്മൾ ചൂസ് ചെയ്തത്. ഇപ്പം അങ്കിൾ ജോയ് മാത്യു എന്ന് പറയുന്ന ഒരു വലിയ എഴുത്തുകാരൻ്റെ സിനിമയാണ്. അതെ. പിന്നെ അതിനകത്ത് വന്നേക്കുന്നത് മമ്മൂക്കയാണ്. അതൊരു വലിയ ഭാഗ്യമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ചാൻസസ് ആണ്. പിന്നെ ആ സിനിമ ആ സമയത്ത് ഭയങ്കര ചർച്ചയായ സിനിമകൾ. അപ്പോൾ അതുപോലെ തന്നെ ഈ സദാചാര ഇഷ്യൂസ് നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, സോഷ്യൽ മീഡിയയെ പേടിച്ചിട്ട്. അപ്പം അതങ്ങനെ ചർച്ച ചെയ്ത സിനിമയാണ്. പിന്നെ സെലക്ട് ചെയ്ത ഈ ക്രിസ്റ്റി ആയാലും അതും ഒരു ഇഷ്യൂ ആണ്. ചെറിയ ഇഷ്യൂ അവിടെയും കിടക്കും. ഒരു ടീച്ചർ സ്റ്റുഡന്റ് ബന്ധം എന്നൊക്കെ പറയുന്നത് അത് വേറൊരു രീതിയിലേക്ക് അത് പോകാം. അതെ, സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചെയ്യേണ്ട ഒരു മേഖലയാണ്. പക്ഷേ എന്തായാലും സിനിമ എപ്പോഴും റിസ്ക് ആണല്ലോ. സിനിമയുടെ ലൈഫാണ് നോക്കുന്നത്. ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഡയറക്ടറിനോടുള്ള വിശ്വാസമാണ്. ആ ഡയറക്ടറിനോടുള്ള വിശ്വാസം കൂടി ആ സബ്ജക്റ്റിനോടുള്ള ട്രസ്റ്റാണ്. ഓക്കെ. ചിലപ്പോൾ എന്നെ പലരും ചീത്ത വിളിക്കുമായിരിക്കും. എന്നാലും ഞാൻ ചോദിക്കും, മമ്മൂക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു നിത്യയൗവനം എന്ന് നിൽക്കുന്ന ഒരാളാണ്. ആ ഒരു സിനിമയിലേക്ക് പടത്തിൻ്റെ പേര് അങ്കിൾ എന്നാണ്. ഇത് മമ്മൂക്കയിലേക്ക് എത്തിച്ചത് എങ്ങനെയാണ്? മമ്മൂക്കനോട് ഈ പടത്തിൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അല്ലെങ്കിൽ സിനിമയുടെ പേര് അങ്കിൾ എന്നാന്ന് പറയുമ്പോൾ എന്താണ് മമ്മൂക്കയുടെ റെസ്പോൺസ്? എന്താണ് ശരിക്കും ഈ സിനിമ പിന്നെ രഞ്ജിയേട്ടനാണ് മമ്മൂക്കയുടെ അടുത്ത് ഇതിൻ്റെ ഒരു 1 ലൈൻ പറയുന്നത്. ഇങ്ങനൊരു സിനിമയുണ്ട്, ജോയിയുടെ അടുത്ത് ഇങ്ങനൊരു സിനിമയുണ്ട്, അത് നല്ല സിനിമയാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു ക്യാരക്ടറാണ്, ഒരു വില്ലൻ ക്യാരക്ടറാണ് എന്ന് പറയുമ്പോൾ മമ്മൂക്ക ജോയിച്ചേട്ടനെ വിളിക്കുന്നു. പിന്നെ നിങ്ങളുടെ സിനിമയുണ്ടല്ലോ, നിങ്ങൾ എൻ്റെ അടുത്ത് പറയുന്നത്. പുള്ളി ചോദിക്കുന്നു, നിങ്ങൾ നമ്മുടെ സിനിമയൊക്കെ ചെയ്യുമോ? അത് നീ വന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ. ഇത് ജോയിച്ചേട്ടനോട് പറഞ്ഞാണോ കേട്ടോ ഈ കോൺവെർസേഷന്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നത് അന്ന് പുള്ളി ഗോവയിൽ ഏതൊരു സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയമായിരുന്നു. അങ്ങനെ പുള്ളി ഗോവയിൽ പോയി. ഗോവയിൽ ചെന്നിട്ട് കഥ പറയുന്നു. അവിടുന്ന് പുള്ളി ശരിക്കും ജോയിച്ചേട്ടൻ ചെയ്ത ക്യാരക്ടറാണ് മമ്മൂക്കായ്ക്ക് വേണ്ടി ജോയിച്ചേട്ടൻ സംസാരിക്കുന്നത്. സംസാരിച്ച് കഴിയുമ്പോൾ മമ്മൂക്ക പറയുന്നുണ്ട്, ഞാൻ മറ്റേ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്, അതായത് ആ വില്ലൻ ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. അതായത് ജോയിച്ചേട്ടൻ മമ്മൂക്ക ചെയ്യുന്ന ക്യാരക്ടറും മമ്മൂക്ക ജോയിച്ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറും നേരെ തിരിഞ്ഞു. പുള്ളിക്ക് അത് ക്യാച്ചായി. എനിക്ക് തോന്നുന്നു മമ്മൂക്കനെ
ഏറ്റവും സുന്ദരനായിട്ട് അങ്കിള് ഭയങ്കര ഒരു വ്യത്യസ്തതയുള്ള ഭയങ്കര ഓറയായിരുന്നു ആ സിനിമയ്ക്കകത്ത്. ഞാനൊക്കെ പിന്നെ ദൂരം നിന്നിട്ട് കണ്ടിങ്ങനെ ആസ്വദിക്കായിരുന്നു. ലൊക്കേഷനിലുണ്ടായിരുന്നു ഫുൾ ഷൂട്ട്. മമ്മൂക്കയുടെ ഫുഡിനെ കുറിച്ച് എങ്ങനെയാണ് അതൊന്നും അറിഞ്ഞ ഞാൻ കണ്ടേക്കുന്ന എല്ലാ ഫുഡും കഴിക്കുന്നുണ്ട്, എല്ലാ ഫുഡും കഴിക്കുന്നുണ്ട്. എല്ലാവരും പറയുന്നത് അങ്ങനെ ഭയങ്കര ലിമിറ്റ് ആയിട്ടാണ് ചെയ്യുന്നുണ്ടാകും. പക്ഷേ ഞാനൊന്നും അങ്ങനെ ഡയറ്റ് കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ സെറ്റിൽ ഫുള്ളി ബിരിയാണി കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അറിവതാണ് ഈ ഏറ്റവും കൂടുതൽ ഒരു ക്രൂവിന്റെ ടെൻഷൻ മമ്മൂക്കനെ പോലത്തെ ഒരാളെ പബ്ലിക്കിലേക്ക് എത്തിക്കുമ്പോൾ ആൾക്കാരുടെ ഇടപെടലാണ്. അങ്ങനത്തെ എനിക്ക് തോന്നിയിട്ടില്ല. പുള്ളി ഒരു വലിയ സ്റ്റാറാണ് പുള്ളി. അപ്പം ഈ പുള്ളി ചില ലൂസാക്കി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും വന്ന് മെത്തും. അപ്പം അതിനുവേണ്ടി പുള്ളി തന്നെ ഉണ്ടാക്കിയേക്കുന്ന പക്ഷെ ആള് ഭയങ്കര സ്നേഹമുള്ള, ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു, എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് ഭയങ്കരമായിട്ട് മറ്റുള്ള ആൾക്കാരെ കെയർ ചെയ്യുന്നൊരു പേഴ്സണാലിറ്റിയാണ്. കൂടെ ഏറ്റവും ചേർന്ന് അഭിനയിക്കുന്നവർ വന്നിട്ട് എപ്പോഴും പറയുന്ന കാര്യങ്ങളാണത്. അതെ അതെ. ഒപ്പം നിൽക്കുമ്പോൾ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് പലതും പറയാനുണ്ടാകും. പക്ഷേ ഒരു കുറച്ചെങ്കിലും പുള്ളിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഒരിക്കലും പുള്ളി അങ്ങനെ എന്താ എനിക്കറിയത്തില്ല എന്താ അവർ പറയുന്നത്. അല്ല, ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു സ്ഥലത്ത് ഒരു പരിമിതി കൂടുതൽ താന്നു കഴിഞ്ഞാൽ എല്ലാവരും വന്ന് കാരണം അത് കൺട്രോൾ ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്ക് പോവായിരിക്കും. പുള്ളി ആ സ്റ്റാർട്ട് നിൽക്കുന്ന പേഴ്സണാലിറ്റി അല്ലേ. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യാൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എല്ലാവരും വെയിറ്റ് ചെയ്യാൻ. പുള്ളിയുടെ ഒരു ഫാൻ ബോയ് ആണ്. എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടൊരു. ഫസ്റ്റ് മമ്മൂക്കനെ കാണുന്നത് ഈ മൂവിയുമായി ബന്ധപ്പെട്ടിട്ടാണോ? അല്ല, ഞാൻ ആദ്യം എൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സിനിമ എൻ്റെ എല്ലാ സിനിമകളും മമ്മൂക്കായിട്ടൊരു കണക്ടറാണ്. ഈ സിനിമ മാത്രമാണ് പുള്ളിയായിട്ട് കണക്ടർ ഇല്ലാത്തുള്ളത്. ഇപ്പം ഈവൻ ഡ്യൂപ്ലിക്കേറ്റ് പൂജ ചെയ്തത് മമ്മൂക്കയാണ്, സെവൻസ് ഡിസ്ട്രിബ്യൂട്ടർ എടുത്തത് മമ്മൂക്കയാണ്, അങ്കിൾ അഭിനയിച്ചത് മമ്മൂക്കയാണ്. കണക്ഷൻ ഉണ്ട്. പിന്നെ ക്രിസ്റ്റീം ഈ സിനിമയാണ് പുള്ളി ഇല്ലാതെ പോയത്, പുള്ളിയായിട്ടൊരു കണക്ഷൻ ഇല്ലാണ്ട് പോയത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ തുടർന്ന് ഇനിയിപ്പോൾ എന്താ പറയാ, ലാലേട്ടനാണ് എല്ലാവരും അടുത്തൊരു ഓപ്ഷൻ വെക്കുന്നത്. അങ്ങനെ എനിക്കൊരു ഒരു പരിചയമില്ല, ഞാൻ കണ്ടിട്ടില്ല. ഒരു ആഗ്രഹമുണ്ടോ അദ്ദേഹത്തിന്? പിന്നെ ലാലേട്ടൻ നമ്മുടെ അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ പണ്ട് ലാലേട്ടൻ ഫാനായിരുന്നു. ഇപ്പോഴും ആളുണ്ടോ പുള്ളിയുടെ സിനിമകൾ നമ്മൾ ഭയങ്കര ഇഷ്ടമുള്ള സിനിമകളാണ്. ഒന്നും പറയാൻ ഞാൻ ഇപ്പോഴും നമ്മുടെ പിന്നെ തൂവാനത്തുള്ളി, കിരീടവും അതൊക്കെ. ഇതിന് ചോട്ടാബോംബെ റിലീസ് ചെയ്ത് സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നു തിയേറ്ററിലൊക്കെ. രാത്രി 12 മണിക്കത്തെ ഷോയൊക്കെ അതൊക്കെ വലിയൊരു സംഭവമാണ്. ഇപ്പോൾ ഈ സമയത്ത് ഈ ജനറേഷൻ കുട്ടികളും അത് ഏറ്റെടുക്കുന്നു എന്നുള്ളത് ഒരു വലിയൊരു ഭയങ്കര രസമാണ്, ഭയങ്കര ഓളമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സമയം. അതെ. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ സിനിമാ ജീവിതങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പറയുന്ന പോലെ ലാലേട്ടനും എല്ലാവരുമായിട്ട് കണക്റ്റഡായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റട്ടെ. ഇനി ഒന്ന് നേരെ നമ്മൾ ബാക്കോട്ട് പോകട്ടാ. ചെറുപ്പത്തിൽ പഠിച്ചതൊക്കെ കണ്ണൂരാണ്. എപ്പോഴാണ് ഒരു എന്താ പറയുക ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ കയറിയത്? സാധാരണ ഇപ്പോൾ കട്ടപ്പണിയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ, അവിടെ നിന്ന് നമ്മളൊരു സ്റ്റെപ്പ് മുമ്പോട്ട് പോയത് എവിടെ നിന്നാണ്? ആക്ച്വലി എൻ്റെ ഫാദർ ഒരു ഡ്രാമ ആർട്ടിസ്റ്റായിരുന്നു. പുള്ളി പിന്നെ ചെറുപ്പം മുതലേ നമ്മൾ ഈ അന്ന് തറ ടിക്കറ്റാണ് 2 രൂപ അന്ന് കൊച്ചി തിയേറ്ററിലൊക്കെ അന്ന് ആ 2 രൂപ ടിക്കറ്റ് എടുത്ത് സിനിമ കാണുന്ന സമയമാണ്. അന്ന് മുതൽ നമുക്ക് ആ സിനിമയോടൊരു ക്രൈസ് ഇങ്ങനെ കിടക്കുമായിരുന്നു. അല്ലെങ്കിൽ ഫാദർ നമ്മളെ തിയേറ്ററിൽ കൊണ്ട് വിട്ടിട്ട് പോകും. പുള്ളി അതിങ്ങനെ വളർന്നു സിനിമ. പിന്നെ പുള്ളിയുടെ നാടകങ്ങൾ കണ്ടാണ് ഞങ്ങളൊക്കെ വളർന്നത്. പേര് സെബാസ്റ്റ്യൻ കാക്കട്ടിൽ എന്ന് പറഞ്ഞു. പുള്ളി മരണപ്പെട്ടു. അതിനു മുമ്പ് ഇപ്പം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നു, കണ്ണൂർ കാന്താര എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ പുള്ളിയുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവരോട് ഒരു 2 വർഷം നാടകം കളിച്ചായിരുന്നു. ഈ നാടകത്തിൽ എപ്പോഴെങ്കിലും അഭിനയിച്ചിട്ടുണ്ട്. ഞാനൊരു ആ നാടകത്തിൽ ഒരു 2 വർഷം ഞാൻ കളിച്ചു. അച്ഛൻ്റെ കൂടെ സ്റ്റേജിൽ കളിച്ചിട്ടുണ്ട്. ഓ, അടിപൊളി. അപ്പോൾ അവിടെ തൊട്ട് ഉള്ളിൽ സ്പാർക്ക് കിടക്കുന്നുണ്ട് സിനിമയിലേക്കുള്ള. ഒരു ബിസിനസ് പരമായിട്ട് ഇപ്പോൾ വിദേശത്തൊക്കെ ബിസിനസ് ചെയ്യുന്നു, അതിലേക്ക് ജീവിതത്തിൻ്റെ ഒരു നെക്സ്റ്റ് ലെവല് നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നു എന്ന് പറയുന്നൊരു ഒരു ഹോപ്പ് കിട്ടുന്നൊരു മൊമെൻ്റ് ഉണ്ടല്ലോ, അതെവിടെ നിന്നായിരുന്നു? നമ്മൾ ഗൾഫിലൊരു 10-11 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാനും ഫാമിലിയും കൂടെ പിന്നെ കാനഡയ്ക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഗൾഫിൽ എന്തായിരുന്നു ജോലി? ഒരു കമ്പനിയുടെ സെക്രട്ടറി, മാനേജർ, അക്കൗണ്ടന്റ്, സെയിൽസ്മാൻ നമ്മളായിരുന്നു. അവിടുന്ന് പിന്നെ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പം കാനഡ ചെന്നു, സാറിന് ജോലി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഈ ഫാമിലിയാണ് നമ്മുടെ വൈഫ് ജസ്റ്റിന, പുള്ളിക്കാരിയാണ് നമ്മളെ ഇത്രയും സപ്പോർട്ട് ചെയ്തത്. നമ്മുടെ എല്ലാ ഈ തോന്നിവാസങ്ങളും ഇപ്പോഴും ഈ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ ഞാൻ ചോദിച്ചു, പോണോ?
നിങ്ങൾ പോയി ചെയ്തിട്ട് പോകാം മനുഷ്യ. അപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു, നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് പോകാം. നിങ്ങളുടെ പാഷനല്ലേ, നിങ്ങൾ അതും കൂടെ കുറച്ച് ചേസ് ചെയ്യും. അതെ അതെ നമ്മൾ അതാണ് ഒരു ട്രസ്റ്റാണ്. നമ്മൾ ചെല്ലി പോയി തകർക്ക് അത് നമുക്കൊരു ഭയങ്കര ഒരു കോൺഫിഡൻ്റ് ആയിട്ട് വരും. ഇങ്ങനെയാണ് ചില സിറ്റുവേഷനിൽ ചില കലാകാരന്മാർ ജനിക്കുന്നത്. കണ്ടില്ലേ? എന്തായാലും മാഡത്തിന് ഒരുപാട് ഒരുപാട് നന്ദി. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഇത്രയും സപ്പോർട്ടുള്ള ഫാമിലിയൊക്കെ ഉള്ളപ്പോൾ അതുപോലെ ഒരു മിനിറ്റ്, കേരള തനിമ അല്ലെങ്കിൽ നമ്മുടെ പഴമ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ഒരാളാണെന്ന് ഒരു കേട്ടുകേൾവിയുണ്ട്. എന്താണ്? ശരിയാണ്. എനിക്ക് എൻ്റെ മെയിൻ ബിസിനസ് റെസ്റ്റോറൻറ്റ്സ് ചെയിനാണ്. സവോയ്സ് സൗത്ത് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ ആൽബർട്ടയിലെ കാനഡയിൽ തന്നെ ഒരു ലീഡിങ് ബിസിനസ്. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുന്ന് കയറ്റി അയക്കപ്പെടില്ല? അത് റെസ്റ്റോറൻറ്റ്സ് ആണ്. കയറ്റി അയക്കുന്നത് സവോയ്സ് ഫുഡ്, നമ്മൾ ഫ്രോസൺ ഫുഡ്, ഫ്രോസൺ ഫിഷ്, പിന്നെ തേങ്ങാപ്പീര, തേങ്ങാക്കൊത്ത്, പൊറോട്ട, ഇതെല്ലാം ഞങ്ങൾ ഓൺ ബ്രാൻഡിൽ ഞങ്ങൾ ഓൾ ഓവർ കാനഡ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഓക്കെ ഓക്കെ. അവിടുത്തെ ഇപ്പോൾ വിദേശികൾക്ക് ഇപ്പോൾ എന്തായാലും അവിടുത്തെ മലയാളികൾ ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. വിദേശികൾ കൂടുതലായിട്ട് നമ്മുടെ പ്രൊഡക്ട്സ് ഏതാണ് യൂസ് ചെയ്യുന്നത്? അവർ ശരിക്കും പൊറോട്ട കഴിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് കൂടുതലും വൈറ്റും പിന്നെ പഞ്ചാബി കമ്മ്യൂണിറ്റി, ഹിന്ദി കമ്മ്യൂണിറ്റിയാണ്. നമ്മുടെ ശരിക്കും സൗത്ത് ഇന്ത്യൻസ് പറയാൻ വേണ്ടിയിട്ട് ഒരു 5%, 6% ഉണ്ടാവുള്ളൂ ഓൾ സൗത്ത് ഇന്ത്യൻസ്. കാരണം അവർ യൂഷ്വലി ഡെയിലി ബേസിസ് കഴിക്കുന്ന ഫുഡാണ്. ഇതിപ്പോൾ അവർക്കാണ് കൂടുതലും താല്പര്യം, അവരുടെ ഇടയിലാണ് ഞങ്ങൾ പോപ്പുലർ. ഓക്കെ. അതുകൊണ്ടാണ് ഞങ്ങൾ സക്സസ് ആയിട്ട് ഇരിക്കുന്നത്. അല്ല, ഫോറിനേഴ്സിനെ കൊണ്ട് നമ്മളങ്ങനെ അവസാനം പൊറോട്ട കഴിപ്പിച്ചു. പൊറോട്ട ഞങ്ങൾ കപ്പയും മീൻകറി കഴിപ്പിച്ചു. കപ്പയും മീൻകറി അവിടെ പൊറോട്ട വിപ്ലവം, കപ്പ വിപ്ലവം ഇതൊക്കെ ഉണ്ടാക്കിച്ചോ. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേരള ഫുഡ്. കാരണം ഇതിൻ്റെ ഹെൽത്തി ഫുഡ് നമ്മുടെ ഫുഡാണ്. നമ്മുടെ ദോശ നമ്മൾ ഏറ്റവും കൂടുതൽ സെല് ചെയ്യുന്നത് നമ്മുടെ മസാല ദോശയാണ്. അവിടെ ഭയങ്കര ഡിമാൻഡ്. ഇത് ഫോറിനേഴ്സും കഴിക്കുന്നുണ്ട്, എല്ലാവരും കഴിക്കുന്നുണ്ട്. കാരണം ഒരു ഹെൽത്തി ഫുഡാണ് നമ്മുടെ. നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഒരുപാട് ഇൻഗ്രീഡിയൻസ് വേണം, സ്പൈസസ് കാര്യങ്ങളാണ്. പക്ഷെ വൺസ് ഇത് ഒരു ഡിഷായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾസ് ഉണ്ട്, എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു നമ്മൾ പോലും അറിയുന്നില്ല നമ്മുടെ മസാല ദോശയ്ക്ക് ഇത്രയും പേരല്ല. ഞാൻ ഇത് തുടങ്ങുമ്പം ഒരു റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അത് അത്ര പോപ്പുലർ. നമ്മളൊരു കൊച്ചു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് ഈ ഇത്രയും ഒരു വലിയ ഇതിലേക്ക് വന്നതാണ്. ഓക്കെ. അതിങ്ങനെ ആൾക്കാരിങ്ങനെ കൂടി വന്ന് നമുക്ക് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാതെ വന്ന് പിന്നെ തുടങ്ങി. അങ്ങനെ ഒരു ഗ്രോത്ത് ഗ്രാജുവലി ഇപ്പോൾ നമ്മൾ 15 വർഷമായി റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട്. ഓക്കെ. അപ്പോൾ അത് ഗ്രാജുവലി കിട്ടിയേക്കുന്ന ഒരു ഗ്രോത്താണ്. അടിപൊളി. ഈ നമ്മളിപ്പോൾ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കയ്യിൽ ദിവസ വരുമാനത്തിൽ ജീവിച്ചു പോകുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടാവുന്ന പോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലൈഫിൽ ഏകദേശം നമ്മൾ സക്സസ് ആയി നിൽക്കുക. ഇനി ഉണ്ടാവും, ലക്ഷ്യങ്ങൾ ഒരുപാടുണ്ടാവും, പക്ഷെ നമ്മൾ സക്സസ് ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒന്ന് ബാക്കോട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ അന്ന് എൻ്റെ കയ്യിൽ ഇത്ര പൈസ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ആ സൗകര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു കൊടുക്കായിരുന്നു എന്ന് തോന്നുന്ന ഒരു സമയമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും തോന്നലുകൾ? തീർച്ചയായിട്ടും. അതിലൊക്കെ ഉപരി കൊച്ചിന് പാല് വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ പതറി എന്നൊരു സമയം ഉണ്ടായിട്ടുണ്ട്. നാട്ടിലുള്ള ടൈമിൽ? നാട്ടിലല്ല, ഗൾഫിലുള്ള ടൈമിൽ ജോലിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പതറിയുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. പിന്നെ കാനഡയിൽ പിന്നെ സാധനം വാങ്ങിക്കാൻ ക്രെഡിറ്റ് കാർഡ് ഡിക്ലെയർ ആയിട്ട് പതറിയുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. ആ കഷ്ടപ്പാട് ശരിക്കും എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്ത സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമ്മളൊരു വിജയത്തിൻ്റെക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളൂ. തീർച്ചയായിട്ടും. നമ്മൾ എല്ലാവരുടെയും വിജയത്തിന് പുറകിൽ ഒരു വലിയൊരു കഷ്ടപ്പാടിൻ്റെ കഥ ഉണ്ടാവും. തീർച്ചയായിട്ടും. നമ്മുടെയൊക്കെ ഇത് എടുത്ത് തിരിഞ്ഞു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പാടും മാത്രമേ ഉണ്ടാവുള്ളൂ. അതെ, ശരിക്കും പറഞ്ഞാൽ അനുഭവിക്കേണ്ടതിൻ്റെ ഒരു പീക്ക് ലെവലിൽ പോയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മളിപ്പോൾ ചിലവാക്കുന്നതിനും എല്ലാത്തിനും ഒരു മൂല്യമുണ്ട്, ഒരു വാല്യൂ ഉണ്ട്, നമുക്കറിയാം. മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടൊരു നമ്മളിതുപോലെ സങ്കടപ്പെട്ട് കരഞ്ഞ് അത്രയും വിഷമത്തിലൂടെ കടന്നു വന്നതാണ്. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. സക്സസ് ആയി വരുമ്പോൾ നമ്മൾ കാരണം ആരെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു വന്നാലും അതെ, ആ പ്രാർത്ഥന കൂടെ നമുക്ക് കിട്ടുമല്ലോ, അത് നമ്മൾ അത്യാഗ്രഹമാണ്. അതെ, ഇതിൻ്റെ പേരാണ് വന്ന വഴി മറക്കാതിരിക്കുക എന്നുള്ളത്. കുട്ടുകൈ പിന്നെ അല്ല, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്പം നമ്മുടെ ബിസിനസ് പരമായിട്ടാണെങ്കിലും ഇപ്പം എല്ലാം നല്ല രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകണം. കാരണം ഒരുപാട് പേരുടെ പ്രാർത്ഥനകളും സപ്പോർട്ടും എല്ലാം കൂടെ തന്നെയുണ്ട്. ഇപ്പോൾ ആ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്നു വളരെ നല്ല രീതിയിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാലത്തിന് മുന്നേ സഞ്ചരിച്ച സിനിമകൾ ചെയ്തേക്കുന്ന ഒരാളെന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുക. വരാൻ പോകുന്ന ജനറേഷൻ്റെ പൾസ് അറിയുന്ന ഒരാളാണ്. അത് വലിയൊരു ക്വാളിറ്റിയാണ്.
എന്നും ചർച്ച ചെയ്യും. ഇപ്പം ഇന്നല്ലെങ്കിൽ കുറച്ച് അടുത്ത ജനറേഷൻ ചിലപ്പോൾ അത് ചർച്ച ചെയ്യും. ഇതേപോലെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇപ്പോൾ കയ്യിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇതേപോലെ മലയാളികൾക്കും ആൾക്കാരിലേക്കും എല്ലായിടത്തേക്കും എത്തട്ടെ. അതേപോലെ തന്നെ ഇപ്പോൾ ആ സിനിമയിലേക്ക് അഭിനയം വളരെ നല്ല രീതിയിൽ എല്ലാവരും ഏറ്റെടുത്ത ക്യാരക്ടറുകളിൽ ഒന്നാണ്. അടുത്ത പ്രാവശ്യം പുറത്ത് വെച്ച് കാണുമ്പോൾ ആളുകൾ പറയും ഏതാ പുതിയ സിനിമ എന്ന് ചോദിക്കും. ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റുന്നൊരു ക്യാരക്ടറാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം. ഇപ്പം ഇതേപോലെ നമ്മുടെ മുമ്പിൽ വന്ന് അല്പസമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിലും ഒരുപാട് സന്തോഷം. ഒരുപാട് ജീവിതത്തിൽ എല്ലാ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. എല്ലാവിധ പ്രാർത്ഥനയും സപ്പോർട്ടും ജാങ്കോ സ്പേസിന് ഉണ്ടാവും. താങ്ക് യു.